അങ്ങനെ മലരിക്കൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ആലോചിച്ചത് അങ്ങോട്ട് പോകുന്ന വഴി എടുത്തില്ലല്ലോ എന്ന്. പക്ഷെ സാരമില്ല, നമുക്ക് റിവേഴ്സ് പോവാം. ചെന്നപാടെ നമുക്ക് പോകാനുള്ള വള്ളം സെറ്റ് ആയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വള്ളം അന്വേഷിച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വള്ളത്തിന്റെ ആൾക്കാരും ഉണ്ടാവും. അവിടെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും പാർക്കിംഗ് ഫ്രീ ആണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 11:30 കഴിഞ്ഞിരുന്നു. അതിനോടകം തന്നെ ആമ്പലെല്ലാം ഷോ എല്ലാം അവസാനിപ്പിച്ച് ഷട്ടർ ഇട്ട് പോയി കഴിഞ്ഞു. മലരിക്കൽ ആമ്പൽപ്പാടം കാണാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 6 മണിക്കും മാക്സിമം രാവിലെ 9:30 ഇടയ്ക്ക് ചെന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ആമ്പൽ വിടർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ചൂട് കുറവായിരുന്നു തന്നെ എല്ലാ ആമ്പലും അടഞ്ഞു പോയിട്ടില്ലായിരുന്നു. ഈ പാടം മുഴുവൻ 1800 ഏക്കറിലാണ് നിൽക്കുന്നത്. ഓഗസ്റ്റ് പകുതിയോടെയാണ് ഈ ആമ്പലൊക്കെ ഇവിടെ വിരിഞ്ഞു തുടങ്ങുന്നത്. നവംബർ ആകുമ്പോൾ ഈ പാടത്ത് വെള്ളം എല്ലാം വറ്റിച്ചിട്ട് അടുത്ത കൃഷിക്കുള്ള വിത്തിറക്കും. പിന്നെ ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ വിളവെടുപ്പ് നടത്തും. പിന്നെ അത് കഴിഞ്ഞാൽ 6 മാസം ഇതുപോലെ പാടം മുഴുവൻ വെള്ളമായിരിക്കും. ഭൂരിഭാഗം ആളുകളും അവിടുന്ന് പറിക്കുന്ന ആമ്പല് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോലാണ് പതിവ്. ഞങ്ങളുടെ വള്ളക്കാരൻ പറഞ്ഞാണ് നമ്മൾ ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകുന്ന ആമ്പല് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ടാലും ശരി അത് വീണ്ടും വിരിഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ തണ്ടിന്റെ ചീഞ്ഞ ഭാഗം മുറിച്ചു മാറ്റി വീണ്ടും വെള്ളത്തിലിട്ട് ഇത് വീണ്ടും വിരിഞ്ഞിട്ടും. അങ്ങനെ വിരിയുന്ന ആമ്പലുകൾ തന്നെയാണ് 2 ആഴ്ചയിലേറെ ആ പാടത്ത് തന്നെ നിൽക്കുന്നത്. വൈകിട്ട് 6 മണിക്കൂടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വള്ളക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്. സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പാടത്തിലെ ആമ്പലല്ല, അത് ഈ 1800 ഏക്കറുള്ള ഒരു പാടത്തിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം തന്നെയാണ്. ഇടക്ക് ആകാശമൊക്കെ ഇരുണ്ട് മൂടുന്ന കാണുമ്പോൾ നടുക്കായൽ പോയ ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ വിരിയാത്ത ആമ്പലുകളെയും 1800 ഏക്കറിലെ വെള്ളവും കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരുമ്പോൾ എന്റെ മനസ്സിലിതായിരുന്നു, എല്ലാവരും നിങ്ങളെ വിരിഞ്ഞു നിൽക്കുന്ന മലരിക്കലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ എനിക്ക് നിങ്ങളെ മലരിക്കലിന്റെ മറ്റൊരു മുഖം കൂടി കാണിച്ചു തരാൻ പറ്റി. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. യാത്രയുടെ മുഴുവൻ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ ലിങ്ക് ബയോയിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള യാത്രാ വീഡിയോ കാണുവാൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.